അതെ അതെ അതെ. ഇവർ രണ്ടാളെ പോലെയും എല്ലാവരും ആവണം. അതിനാണല്ലോ ഇപ്പോൾ നമ്മൾ മക്കളെ വളർത്തുന്നത്. അതിനാണല്ലോ നമുക്ക് മക്കളുണ്ടാവുന്നത്. അതിനാണല്ലോ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പ ഉമ്മയൊക്കെ നമ്മളെ വളർത്തിയത് ഇതിനാണല്ലോ. ഇതിന് വേണ്ടിയിട്ടാണല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടികളെ മാതിരി തെരുവ് പട്ടികളെ പോലെ അവർ കണ്ടിട്ടോ തെരുവ് പട്ടികൾ. ഈ തെരുവ് പട്ടികൾക്ക് ഒരു പട്ടി ഉണ്ടാവും, അതിൻ്റെ പുറകെ നിറച്ച് നായക്കളുണ്ടാവും. അതൊരാൾ കഴിഞ്ഞ് ഒരാൾ ഇതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വീകരിക്കണം. എന്ത് എന്തുമ്മ സ്വീകരിക്കാൻ എന്താ ഇപ്പം ഇവൻ സമൂഹത്തിന് കൊടുക്കുന്നത് എന്താ? അല്ല അവൻ്റെ കൈതകളായിട്ടുള്ള അമ്മമാരെ, കൈതകളായിട്ടുള്ള മറ്റേ രക്ഷിതാക്കളെ, കൈതകളായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഇവർ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും ഓരോരോ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇവനെ സെൽഫി എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നു. നിങ്ങൾക്കൊക്കെ മക്കളില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കൈതകളായിട്ടുള്ള ഉമ്മമാരോട് അയച്ചിരിക്കണത്, കൈതകളായിട്ടുള്ള പെണ്ണുങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. കൈത പെണ്ണുങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, നിങ്ങളെ കല്യാണം കഴിച്ചിരിക്കണത് ഇതേപോലെ അത് അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പ ഒരാണിനെയാണോ കല്യാണം കഴിച്ച്? എന്നിട്ട് അതിൽ ഉണ്ടായതാണോ നിങ്ങൾക്ക് ഉപ്പയമ്മയല്ലായിരുന്നോ? അല്ല, ഇവർ ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണ് വേഷം കെട്ടി ഒരു നാക്ക് ഒരു പിരാന്തൻ്റെ മാതിരി ഡ്രസ്സും ഇതിട്ട് നടന്നിട്ട് കുമാരി ജാസി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവരെ കൂടെ പോയി നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങൾ? അല്ലേ? മതം പറയണ്ട, മനുഷ്യരല്ലേ നിങ്ങൾ? ആണ് പെണ്ണ് എന്നുള്ള ഒരു രണ്ട് വർഗം വ്യത്യാസങ്ങളില്ലേ? നിങ്ങൾക്ക് മക്കളുണ്ടാവൂലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്ങളാരോ പെങ്ങന്മാരോ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെ ഉണ്ടാവൂലേ? അവർക്കും മക്കളുണ്ടാവൂലേ? നിങ്ങൾക്കില്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോൾ ഇവരമാതിരി തന്നെ ഇവൻ പറയുന്നുണ്ടോ, ഇപ്പം മറ്റെന്താണ് പുരുഷന്മാർ മുമ്പോട്ട് വരണം. എന്തിന്? ഈ കോൽ കളിക്കാൻ വേണ്ടിയിട്ടോ? പച്ചക്ക് പറയാം, കോൽ കളിക്കാൻ വേണ്ടിയിട്ടോ? അല്ലാതെ എന്താ ഇപ്പം ഇതിലൊരു സുഖമുള്ള ഇവർക്ക് എന്താ ഇതിലൊരു സുഖമുള്ള? ഒരാണിനെ പെണ്ണിനും പെണ്ണിനെ ആണിനും എല്ലാ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പൂവിനെ ഇതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ എന്താ പറയുക, ഒരു തെങ്ങായിക്കോട്ടെ, ഈ തെങ്ങിന് ആൺ തെങ്ങോ അല്ലെങ്കിൽ ഒരു തെങ്ങ് വേണം. ഈ തെങ്ങിൻ്റെ പൂമ്പൊടി വേറൊരു വണ്ട് വന്ന് അതെടുത്തിട്ട് അതിൽ പോയിരുന്ന് അവിടുത്തെ പൂവിൻ്റെ തേൻപൊടി ഇതാക്കുമ്പോൾ ഈ വണ്ടിൻ്റെ കാലിലും തുമ്പിയിലും ഇതിലൊക്കെ ഉണ്ടാവുന്ന ഇതുകൊണ്ടാണ് പരാഗണം നടത്തുന്നത്. ഈ പരാഗണം പറയുന്ന ഒരു സാധനമുണ്ട്. ഇവർ പറയുന്ന പരാക്രമണമല്ല, പരാഗണം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ പരാഗണമാണ് ബയോളജിയിൽ ഉണ്ടാവുന്നത്. ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒരു പൂവിൻ്റെ പരാഗണം ഉണ്ട്. അതിന്ന് കായ ഉണ്ടാവണമെങ്കിൽ ആ പരാഗണം പൂവിൽ വെച്ചിട്ട് പൂമ്പൊടി വെച്ചിട്ട് അതിന്ന് വേണം പരാഗണം ഉണ്ടാകാൻ. ഒന്നും വേണ്ട. ഈന്തപ്പനമരം, ഇവിടുത്തെ ഈന്തപ്പനമരം നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഈന്തപ്പനമരം. സ്വന്തമായിട്ട് പൊല്യൂഷൻ എന്താണ് നടക്കാൻ, പോളിനേഷൻ നടക്കാൻ കഴിവില്ലാത്തൊരു ഇതാണ് ഈന്തപ്പനമരം. ഈ ഈന്തപ്പനമരത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. നമുക്ക് നല്ല വൃത്തിക്ക് നല്ല വലിയ ഈന്തപ്പഴം കഴിക്കാൻ കിട്ടുന്നില്ലേ? അതൊന്നും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതല്ല. ആൺപന എന്ന് പറയുന്ന ഒരു ഈന്തപ്പന ഉണ്ട്. ആ പന കായ്ക്കില്ല, പൂവിടുള്ളൂ. ആ പൂവിനെ ഈ ഈന്തപ്പനയുടെ ഇങ്ങനെ ചെറിയ കുഞ്ഞ് ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് ചൊട്ടയിട്ട് നിൽക്കുക എന്ന് പറയും. ചൊട്ടയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അതിൽ കെട്ടി വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പിന്നെ വലുതായി വരിക. അതിലുണ്ട് ഒരു കുടുംബത്തിൻ്റെ, അതിലുണ്ട് ഒരു സമൂഹത്തിൻ്റെ, അതിലുണ്ട് ഒരു പ്രകൃതിക്ക് നൽകുന്ന ഒരു നിർദ്ദേശം. ഇവരെന്ത് പ്രകൃതിയായി ചെയ്യുന്നത്? ഇവരെന്ത് ചെറ്റത്തര ചെയ്യുന്നത്? എന്താണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ കുറേ ആൾക്കാർ ഇവൻ എവിടെ വന്നിറങ്ങുന്നു അതിൻ്റെ പുറകെ നാലിട്ടിട്ട് മൈക്കാക്കിയിട്ടും ക്യാമറ ആക്കിയിട്ടും അതിൻ്റെ പിന്നാലെ തുള്ളിയിട്ട് നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കുടുംബത്തിൽ വാപ്പിയമ്മയൊന്നുമില്ലേ? ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കണില്ല? ഇവനങ്ങനെ കയറൂരി വിട്ടിരിക്കുക. എന്നിട്ട് ഇപ്പം പറയുന്ന വർത്താനം എന്താ? ഇനി ഇങ്ങനെ മറ്റേ ആണുമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നായ്ക്കൾ നടക്കുന്ന മാതിരി തെരുവ് നായ്ക്കളെ പോലെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ വളർത്തുന്നത് നമ്മുടെ വല്യമ്മ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഉപ്പ ഉമ്മ ഉണ്ടായി. ആ ഉപ്പ ഉമ്മ കല്യാണം കഴിച്ചിട്ടാണ് നമ്മളുണ്ടായത്. എന്തിനാണ് നമ്മളുണ്ടാക്കിയത്? ഇങ്ങനെ നായ്ക്കോലം കെട്ടാനാ? നമുക്ക് കുടുംബം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നമ്മൾ കല്യാണം കഴിച്ച് നമുക്ക് മക്കളുണ്ടായി, അത് സമൂഹമായി. ആ കുടുംബത്തിൽ ആ മക്കൾക്ക് ഇനി ഉണ്ടാവും. അങ്ങനെ തലമുറകൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം എന്ന് പറയുന്നൊരു സാധനം തന്നെ വെച്ചത്. അല്ലേ? അല്ലെങ്കിൽ എന്താ ഈ ആണുമായിട്ട് പെണ്ണുമായിട്ട് നടന്നൂടെ? എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. എന്താ ഇതിലൊക്കെ ഒരു സുഖം? എന്താ ഇതിലൊരു കാര്യമുള്ളത്? നിങ്ങൾ ഇവരെ കാണുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, വല്ലാത്തൊരു ജന്മങ്ങളട്ടോ വല്ലാത്തൊരു ജന്മങ്ങളാണ്, നശിച്ച ജന്മങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ട് അവൻ പറയാം എല്ലാവരും ഇതിലേക്ക് വരട്ടെ. എന്തിന്? ഇവനൊരു തുണയായിട്ടോ? അപ്പി മണക്കാൻ വേണ്ടിയിട്ടോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പ്രകൃതിക്ക് പോലും പറ്റാത്ത സംഭവങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ?
ഒരു പൂച്ചയിലോ ഒരു അതിലോ നോക്കിയിട്ടുണ്ടോ? ഒരു ആൺപൂച്ചനെ എന്തെങ്കിലും ആക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പെൺപൂച്ചനെ നോക്കിയിട്ടാണ് നടക്കുക. അത് ആണും പെണ്ണും, അത് സ്ത്രീ, ഇത് തിരിച്ചതാണ്, ലിംഗം തിരിച്ചതാണ്. അങ്ങനെ നടക്കുക. ഇത് എന്താ പിരാക്കുക? കോൽക്കളി കളിക്കുക. ചിന്തകൾ ഇങ്ങനെ എന്നങ്ങളൊക്കെ നന്നാവുക.